ഇക്ക നിന്റെ അനിയത്തിന്റെ കല്യാണൊക്കെ അല്ലേ വരുന്നേ? അതിന് ഇനി ഒരുപാട് ദിവസല്ലേ? നമ്മളെന്തെങ്കിലും കൊടുക്കണ്ടേ? ഒരു 5-10 കൊടുക്ക. സ്വർണം എന്തെങ്കിലും കൊടുക്കണ്ടേ? സ്വർണ്ണോ? വെറുതെ കൂടെ പറയിപ്പിച്ചിട്ട് ഇപ്പൊ സ്വർണത്തിന് എന്താ വില അറിയാം? എനിക്ക് ഒരു പവന് 1,00,000 ഉറുപ്പ്യ കൊടുക്കണം. സ്വർണ്ണമാണ് പോലെ എല്ലൊക്കെ മൂത്ത മരുവനല്ലേ. മൂത്ത മരുവൻ വെച്ചിട്ട് ഒരു എനിക്ക് എന്താ തന്നതോല്? അത് പറയിച്ച് എന്താ തന്നത്? 5 പവൻ സ്വർണം. അന്ന് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് സ്വർണ്ണേ ഓരോരുത്തർ 30-40 പവൻ സ്വർണം മേടിച്ച് കല്യാണം കഴിക്കുന്ന സമയത്താണ് ഒരു 5 പവൻ സ്വർണം കൊണ്ട് പെരേക്ക് കയറി വന്നത്. ഞാനന്ന് എന്റെ കഴുത്തിലുള്ള മാലിതൊക്കെ പാടി കണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചെന്തേ ഇതൊക്കെ സ്വർണ്ണാണെന്നാണ്. എന്നിട്ട് ഈ നാട്ടെ മുക്കട് മാറ്റി വെച്ചിട്ട് ബാക്കി 5 പവൻ സ്വർണ്ണ ഉണ്ടായിരുന്നത്. വലിയ വർത്താനം പറഞ്ഞു വന്നിക്കണോ? ഞങ്ങളെ അവസ്ഥ കണ്ടിട്ടില്ലല്ലോ കല്യാണം കഴിച്ചത്. ആണ്, പക്ഷെ 5 പവൻ തരുന്ന ഞാൻ വിചാരിച്ചോ? ഞാൻ എന്റെ കഷ്ടകാലത്തിന് പറഞ്ഞു ഒന്നും വേണ്ടെങ്കിൽ മകളെ മാറ്റം മതിയെന്ന്. അത് അതേപോലെ അനുസരിക്കും ചെയ്തു. എന്നിട്ട് ഇപ്പൊ അന്ന് 5 പവന് ആകെ 1,00,000 രൂപ വരുള്ളൂ. ഇന്ന് ആ പൈസ വേണം ഒരു പവന്. എന്നിട്ട് അവൾക്ക് സ്വർണം വേണം പോലും അനിയത്തിക്ക്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ അനുഭവിക്കണ 5 പവന്റെ കണക്ക് അനുഭവിക്കേണ്ടി വരും. കൊണ്ടെന്നല്ലേ പറയുള്ളൂ. അല്ല 5 പവൻ കൊണ്ടെന്ന് ഞാൻ 30 പവൻ കൊണ്ടെന്ന് പറയണോ? അന്ന് നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടാക്കാലോ. വെറുതെ നാട്ടി പിടിച്ചാൽ നിൽക്കരുതട്ടോ. എനിക്ക് ഇവിടെ എന്തെങ്കിലും കുറവ് വരുത്തിക്കണോ? 5 പവനെ ഒലത്തിനോട് വന്നിട്ട് വെച്ചിട്ട് എന്ത് കുറവാ എനിക്ക് ഇവിടെ വരാത്തത്? എന്ത് കുറവ് വരുത്തിയിട്ടുള്ളത്? എന്നും ഈ 5 പവനെ കണക്കനല്ലേ ഞാൻ പറഞ്ഞാന്. പാവപ്പെട്ടോലൊക്കെ കല്യാണം കഴിപ്പിച്ചു വിടുന്നുണ്ട്. ഓലൊക്കെ നല്ല സ്വർണ്ണം കൊടുത്തിട്ട് തന്നെ വിടുന്നത്. സ്വർണത്തിനൊന്നും കല്യാണം കഴിച്ച് ഇന്നല്ലേ കല്യാണം കഴിച്ച്? അങ്ങനെ തന്നെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. ഇത് മാത്രമല്ല കെട്ടി വന്നിട്ടുള്ളൂ. എവിടെ സ്വർണം വന്നിക്കണു? പണക്കാർക്ക് മാത്രം കല്യാണം കഴിച്ചാൽ പോരല്ലോ, പാവപ്പെട്ടവർക്കും കല്യാണം കഴിക്കണ്ടേ? പാവപ്പെട്ടോലും ഇവിടെ അത്യാവശ്യം നല്ല കൊടുത്തിട്ട് തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇവിടെ ആരും ഇവിടെ വെറുതെ കല്യാണം കഴിച്ചിട്ട് പോരുന്നൊന്നുമില്ല. എത്രങ്ങാനും പണക്കാർ പാവപ്പെട്ടവരെ കല്യാണം കഴിക്കുന്ന പൈസ ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് ഇന്ത്യ അതിന് മാത്രം പൈസ ഇല്ല. നീ വെറുതെ നിന്റെ നാട്ടി പഠിച്ചാൽ നിൽക്കണ്ട കേട്ടോ. പറഞ്ഞരാ കൊറേ ആയിക്കോണ ഇങ്ങനെ ഈ സഹിക്കണോ? അതിന് മാത്രം അതിൽ കൊണ്ടുവന്നിട്ടാണ് ഈ ചലക്കരിച്ചിട്ട് കുഴപ്പമില്ല. തോന്നിട്ട് കൊണ്ടുവന്നിട്ട് വരെ എന്നിട്ട് ചിലക്കാൻ വേണ്ടി നിൽക്കാണ്. മനസ്സിന്റെ സൈക്കിളിന് പരിധി കണ്ടിട്ടോ. സമയത്ത് അതിന് സമ്മതിക്കൂല.